നമസ്കാരം. ശമ്പളം തരാൻ പണമില്ലെങ്കിലും ജീവനക്കാരുടെ വിവരങ്ങൾ ചോർത്താൻ പിണറായി സർക്കാരിന് നല്ല ആവേശമാണ്. സർക്കാർ ജീവനക്കാരുടെ സ്പാർക്ക് പോർട്ടൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാട്സാപ്പ് മാർക്കറ്റിംഗ് ഏജൻസിയായി മാറിയിരിക്കുകയാണ്. ഇതിനെതിരെയാണ് ഹൈക്കോടതി ഇപ്പോൾ ചാട്ടവാറുമെടുത്ത് രംഗത്തിറങ്ങിയിരിക്കുന്നത്. സുപ്രീം കോടതി സ്വകാര്യ മൗലിക അവകാശമാണെന്ന് പറഞ്ഞിട്ടും കേരളത്തിൽ അതൊന്നും ബാധകമല്ലെന്ന പിണറായി വിജയന്റെ ഇരട്ടച്ചങ്ക് നയത്തിനാണ് കോടതി ഇപ്പോൾ കടിഞ്ഞാണിട്ടിരിക്കുന്നത്. നേരത്തെ സർക്കാർ ചെലവിൽ സർവേ നടത്തുവാൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ കോടതി മുഖത്തടിച്ചതുപോലെ മറുപടി കിട്ടിയിരുന്നു. അപ്പോഴും ഇപ്പോഴും കുറുക്കുവഴികളിലൂടെ ഡേറ്റ മോഷ്ടിക്കാൻ നോക്കുന്നത് കോടതി അലക്ഷ്യമാണെന്നും നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിവരങ്ങൾ സുരക്ഷിക്കുന്ന സ്പാർക്ക് പോർട്ടലിനെ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള ഡാറ്റാ ബാങ്ക് ആക്കി മാറ്റിയോ എന്ന ചോദ്യമാണ് കോടതി ഉയർത്തുന്നത്. ലക്ഷക്കണക്കിന് ജീവനക്കാരുടെ സ്വകാര്യതയ്ക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അവരുടെ നമ്പറുകളിലേക്ക് മുഖ്യമന്ത്രിയുടെ വക സൗഹൃദ സന്ദേശങ്ങൾ എത്തിക്കുന്നതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഈ നമ്പറുകൾ നൽകാൻ ആരാണ് അധികാരം നൽകിയത് എന്ന കോടതിയുടെ ചോദ്യം പിണറായി സർക്കാരിന്റെ അധികാര ദുർവിനിയോഗത്തിന് മേലേറ്റ കനത്ത പ്രഹരമാണ്. സ്വകാര്യ മൗലിക അവകാശമെന്ന് സുപ്രീം കോടതി ആവർത്തിച്ച് വ്യക്തമാക്കിയ രാജ്യത്ത് ഒരു മുഖ്യമന്ത്രി തന്റെ രാഷ്ട്രീയ ലാഭത്തിനായി ജീവനക്കാരെ ഡാറ്റ മോഷ്ടിച്ചു എന്ന ആരോപണം ജനാധിപത്യത്തിന് അപമാനകരമാണ്. സർക്കാർ സംവിധാനങ്ങളെ പാർട്ടിയുടെ പോഷക സംഘടനകളെ പോലെ പ്രവർത്തിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും കോടതി നിരീക്ഷിക്കുന്നു. ഭരിക്കാനുള്ള ജനവിധി കിട്ടിയെന്ന് കരുതി ജനങ്ങളുടെ വ്യക്തിവിവരങ്ങൾ രാഷ്ട്രീയ സർവേകൾക്കും പ്രചാരണങ്ങൾക്കും യഥേഷ്ടം ഉപയോഗിക്കാമെന്ന് സർക്കാരിന്റെ ധാർഷ്ട്യത്തിനെയാണ് ഹൈക്കോടതി ഇപ്പോൾ കടിഞ്ഞാണിട്ടിരിക്കുന്നത്. IT മിഷൻ വഴി വിവരങ്ങൾ ചോർത്തി മുഖ്യമന്ത്രിയുടെ പേരിൽ സന്ദേശങ്ങൾ അയച്ച നടപടിയിൽ വലിയ ദുർവിനിയോഗതയുണ്ടെന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ട്. മുൻപ് സർക്കാർ ചെലവിൽ രാഷ്ട്രീയ സർവേ നടത്താൻ ശ്രമിച്ചപ്പോൾ കോടതി മുഖത്തടിച്ചതുപോലെ ആഞ്ഞടിച്ചിട്ടും കുറുക്കുവഴിയിലൂടെ വീണ്ടും ഡേറ്റ ചോർത്താൻ ശ്രമിച്ചത് കോടതി അലക്ഷ്യമായി തന്നെ കാണേണ്ടി വരും. സർക്കാർ ജീവനക്കാരെ പിണറായി വിജയന്റെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സായി കാണുന്നത് അവസാനിപ്പിക്കണമെന്നും ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ രാഷ്ട്രീയ ഓഫീസുകൾക്ക് തുറന്നു കൊടുക്കുന്നത് ഗൗരവമേറിയ ക്രിമിനൽ കുറ്റമാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. കേവലം സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ മാത്രമല്ല, ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിവരങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനധികൃതമായി ശേഖരിച്ചുവെന്ന് ഹർജിയിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുണ്ട്. ജഡ്ജിമാരുടെ വിവരങ്ങൾ പോലും രാഷ്ട്രീയ ലാഭത്തിനായി മുഖ്യമന്ത്രിയുടെ കൈകളിൽ എത്തുന്നത് ജുഡീഷ്യറിയുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തിന് ഭീഷണിയാണെന്നും കോടതി നിരീക്ഷിക്കുന്നു. ഡേറ്റ മോഷണത്തിന് ഇരയായ ജീവനക്കാർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വൻതുക നഷ്ടപരിഹാരമായി ഈടാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.